നാസ്തികത എന്ന് പറയുന്ന ചിന്താ പ്രതിഭാസം അത്ര പുതിയ ഒരനുഭവമൊന്നുമല്ലെങ്കിലും വളരെ സവിശേഷമായ ചില പുതിയ ഭാവങ്ങളോടുകൂടി അത് നമ്മുടെ തെരുവുകളിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലസന്ധിയെ പരിഗണിച്ചുകൊണ്ട് ആ ദർശനത്തെ, ആ പ്രസ്ഥാനത്തെ വിലയിരുത്താനും വിചാരണ ചെയ്യാനുമാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നവനാസ്തികത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ന്യൂ എയ്റ്റീസം എന്നറിയപ്പെടുന്ന നാസ്തികധാര കേരളത്തിലടക്കം സജീവമായി തീരുന്നത് പലപ്പോഴും യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം പ്രസവിച്ച പ്രബുദ്ധതയുടെ മുദ്രാവാക്യങ്ങളുടെ വക്താക്കളായി ചമഞ്ഞുകൊണ്ടാണ്. പ്രബുദ്ധത പ്രസരിപ്പിച്ച വെളിച്ചം ഇനിയും കടന്നു ചെന്നിട്ടില്ലാത്ത പ്രാകൃത മനസ്സുകൾ നിലനിൽക്കുന്നു എന്നും ആ മനസ്സുകളെ പ്രബുദ്ധമാക്കാനുള്ള സഹായമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും അവരെ യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വത്തിലേക്ക് ഉയർത്തുകയാണ് തങ്ങളുടെ സാമൂഹിക ദൗത്യമെന്നുമെല്ലാം അവകാശപ്പെടുന്ന കൂട്ടായ്മകൾ. തിയോഡോർ അഡോണോ എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധനായ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനാണ്. ക്രിട്ടിക്കൽ തിയറിയുടെ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ ഒക്കെ പ്രഖ്യാതനായ വക്താവ്. അദ്ദേഹം ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ അധികാരാരോഹണത്തിന്, അതിനെ തുടർന്നുണ്ടായ ഭീകരമായ ജൂതവേട്ടക്ക് എല്ലാം സാക്ഷിയായ, അതിൻ്റെ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ ബുദ്ധിജീവികളിൽ പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാക്സ് ഹോക്ക്ഹൈമറുമായി ചേർന്ന് 1940-കളുടെ അവസാനത്തിൽ ദി ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മിഥ്യയായിരുന്നു എന്ന് ഒരു വേദനയോടുകൂടി നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ്. പ്രബുദ്ധതയുടെ ആരവം, അതുണ്ടാക്കിയ ചിന്താ വിപ്ലവം, അത് മനുഷ്യന് കൊടുത്ത ബൗദ്ധികമായ പുതിയ തുറസ്സുകൾ ലോകത്തെ കൂടുതൽ സമാധാനപൂർണമായ ഒരിടമാക്കി തീർക്കുമെന്ന് നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രത്യാശിച്ചിരുന്നുവെങ്കിൽ, മൊഡേണിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന, ആധുനികത എന്ന് വിളിക്കുന്ന പുതിയ സാമൂഹിക സാഹചര്യം മനുഷ്യനെ നന്മ പഠിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഇതാ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് പൊട്ടിക്കരയേണ്ടി വരുന്നു ഇവിടെ കൂട്ടിയിടപ്പെട്ട കബന്ധങ്ങൾ നോക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രബുദ്ധതയുടെ ചിറകിലേറിക്കൊണ്ടാണ്, അതിൻ്റെ സങ്കേതങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, അതിൻ്റെ തത്വങ്ങളിൽ കാലുറപ്പിച്ചു നിന്നുകൊണ്ടാണ്, അതിൻ്റെ സിദ്ധാന്തങ്ങളെ ചുഴറ്റി എറിഞ്ഞുകൊണ്ടാണ് ജർമ്മനിയിൽ ഈ കൂട്ടക്കൊലകൾ മുഴുവൻ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഈ നവനാസ്തികത എന്ന് പറയുന്ന പ്രതിഭാസത്തെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു.
അദ്ദേഹം പറയുന്നത് യഹൂദർക്കെതിരെ വ്യാപകമായി വിദ്വേഷം അഴിച്ചുവിടപ്പെട്ടു. അതിന് പറയപ്പെട്ട കാരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നു, നമ്മളൊരു നേഷൻ സ്റ്റേറ്റ് പടുത്തുയർത്തുന്നു, നമ്മളൊരു ദേശീയതയുണ്ടാക്കുന്നു. ആ ദേശീയതയിൽ ലയിച്ചു ചേരാൻ വിസമ്മതിച്ചുകൊണ്ട് വേറിട്ടൊരു സാംസ്കാരിക വ്യക്തിത്വവുമായി ഒരു ജനവിഭാഗം നിലനിൽക്കുന്നു. ആ ജനവിഭാഗം ദേശീയതയുടെ, ദേശരാഷ്ട്രത്തിന്റെ സാക്ഷാത്കാരത്തിനും കരുത്തിനും തടസ്സമാണ്. അതുകൊണ്ട് യഹൂദർ എന്ന് പറയുന്ന ഈ സാംസ്കാരിക അപരത്തെ ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് മാത്രമേ ദേശീയതയ്ക്ക് തഴക്കാൻ കഴിയൂ, വളരാൻ കഴിയൂ എന്ന് ഒരു വശത്ത് ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം ലോകത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം യഹൂദന്മാരാണ് എന്ന ഒരു ചിത്രം സമർത്ഥമായി വരച്ചുവെച്ചു. ലോകത്ത് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളുടെ എല്ലാം കാരണങ്ങൾ ജൂതന്മാരിലേക്ക് കൊണ്ടുപോയി ജൂതന്മാരെ വംശഹത്യ നടത്തുന്നത് ലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പറഞ്ഞ ആളുകൾ, ഈ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചവർ, യഹൂദ വംശഹത്യക്ക് കളമൊരുക്കിയവർ, അവർ ഏതെങ്കിലും മതത്തിന്റെ ഭാഷയിലല്ല ഇതൊന്നും സംസാരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ തിരിച്ചറിയാനാകുന്നുണ്ട്, നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ ക്രൈസ്തവ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന യഹൂദ വംശീയത വേഷം മാറി വന്നത് മാത്രമായിരുന്നു ഈ വർത്തമാനങ്ങൾ എന്ന്. അവർക്ക് ക്രിസ്തുമതത്തിൽ വിശ്വാസമില്ലായിരുന്നു. അവർ പ്രബുദ്ധതയുടെ വക്താക്കളായിരുന്നു, അവർ ആധുനികതയുടെ വക്താക്കളായിരുന്നു, അവർ ദേശീയതയുടെയും ദേശരാഷ്ട്രത്തിന്റെയും വക്താക്കളായിരുന്നു. പക്ഷേ ക്രിസ്തുമതത്തിലുള്ള വിശ്വാസം ചോർന്നു പോയപ്പോഴും ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന യഹൂദന്മാരെ അപരമായി കാണുന്ന യഹൂദ വിരുദ്ധ വംശീയത അവരിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അത് മതേതരമായ ഭാഷയിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരവരുടെ ഹിംസ നേടിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നാസ്തികത എന്ന് പറയുന്ന പുതിയ പ്രതിഭാസത്തെ കാണുകയാണ്. ഈ നവനാസ്തിക പ്രതിഭാസത്തെ നിരീക്ഷിക്കുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും, അതിന് മതത്തിൽ വിശ്വാസമില്ല എന്ന് പറയുമ്പോഴും അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസപരമായ ഓറിയന്റേഷൻ ഇല്ല എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് നിലനിൽക്കുന്ന വംശീയമായ ചില വേരുകളുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നവനാസ്തികത, നാസ്തികത എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കുരിശുയുദ്ധ മനോഭാവം അതിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നിരന്തരമായി വളരെ പ്രത്യക്ഷമായി തന്നെ പുറത്തേക്ക് തലനീട്ടിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ നൂറ്റാണ്ടുകളായി നിലനിന്ന ഇസ്ലാം വിരുദ്ധ പൊതുബോധത്തിന്റെ ബഹിസ്ഫുരണങ്ങൾ, നാസ്തികതയുടെ പുതിയ കുപ്പായം ഇട്ടുകൊണ്ട് അതിലേക്ക് കടന്നു വരുന്നത്, ആ കുരിശുയുദ്ധ കാലത്തുണ്ടായിരുന്ന അന്ധമായ ഇസ്ലാം വിദ്വേഷം മതേതര മുഖമണിഞ്ഞുകൊണ്ട് അവിടെ പല്ലിളിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ ഈ ഒരു മതത്തിലും ഒരു ദൈവത്തിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോഴും മതേതരമായ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോഴും ഇന്ത്യയിൽ ഇവിടെയുള്ള രണോത്സുക ദേശീയത അതിന്റെ മസിൽ വരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് സാംസ്കാരികമായി ഇവിടെയുള്ള ഈ വർഗീയവാദത്തിന്റെ ഉള്ളിലേക്ക് കടന്നു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദു ദൈവങ്ങളിലും ഹിന്ദു മതത്തിലും ഹിന്ദു പാരമ്പര്യത്തിലും ഹിന്ദു ധർമ്മങ്ങളിലുമൊന്നും വിശ്വാസമില്ല, പക്ഷേ ഇന്ത്യയിൽ മുസ്ലിമിനെ അപരമായി കണ്ടുകൊണ്ട് മുസ്ലിമിനെ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഈ രണോത്സുക ദേശീയതയുടെ യുദ്ധത്തിൽ ഞങ്ങൾ കൂടി അതിന്റെ ടൂളുകളായി തീരുന്നു, അതിലേക്ക് ചേർത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള വർത്തമാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഇസ്ലാം വിരോധത്തിന്റെ വിഷം അതിൽ നിന്ന് അടർത്തി മാറ്റിയാൽ നവനാസ്തികത എന്ന് പറയുന്ന പ്രതിഭാസത്തെ നിർവചിക്കുക പോലും പ്രയാസകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. യുക്തിവാദികളെ, പല രീതിയിലുള്ള യുക്തിവാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ യുക്തിവാദത്തിന്റെ മുഖം മൂടിയിട്ടുകൊണ്ട്, നാസ്തികതയുടെ കുപ്പായമണിഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധ വംശീയത അത് സാമ്രാജ്യത്വത്തിൽ നിന്ന് കടമെടുക്കുന്നതാണെങ്കിലും ഇന്ത്യൻ ഫാഷിസത്തിൽ നിന്ന് കടമെടുക്കുന്നതാണെങ്കിലും അതിന് ഒളിഞ്ഞു ചെന്നിരിക്കാനുള്ള പുതിയൊരു ഒളിയിടം മാത്രമായി പരിമിതപ്പെടുന്ന ഒരു നാസ്തികത എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾക്ക് പുതിയൊരു അനുഭവമാണ്, നമ്മളുടെ ദുരനുഭവമാണ്. അങ്ങനെ തന്നെയാണ് ആ ഒരു രാഷ്ട്രീയ പരിസരം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ചലനങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് കേരളത്തെ കേരളമല്ലാതാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഫാഷിസത്തിന്റെയും സാമ്രാജ്യത്വ വെറുപ്പ് വ്യാപാരത്തിന്റെയും ചട്ടുകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രതിലോമപരമായ
രാഷ്ട്രീയ ദൗത്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി ചെറുക്കേണ്ട ഒരു വിപത്താണിത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആലോചിച്ചു നോക്കുക. സ്വതന്ത്ര ചിന്ത എന്നാണ് ഇതിന്റെ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് സ്വതന്ത്ര ചിന്തയാണ് എന്ന് നമ്മൾക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. ഈ സ്വതന്ത്ര ചിന്തയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആഴമറിഞ്ഞാൽ അത് നമ്മൾക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയില്ല. ഈ നവനാസ്തികർ എന്നറിയപ്പെടുന്ന ഈ സാമൂഹിക ധാര അവരുടെ കേരളീയമായ ഒരു പരിസരത്തെ തന്നെ നമ്മൾ ചികയുക. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത്? എവിടെ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള ഇൻപുട്ടുകൾ കിട്ടുന്നത്? റിച്ചർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസിദ്ധനായ അന്താരാഷ്ട്ര തലത്തിലെ നവനാസ്തിക തരംഗത്തിന്റെ മുഖ്യശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞന്റെ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നു. ആ പുസ്തകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും മലയാളത്തിൽ ഒരു പഠനം പ്രസിദ്ധീകരിക്കുന്നു. നമ്മൾ അറിയണം, ഈ റിച്ചർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രവാചകനാണ്. പ്രവാചകൻ പോലുമല്ല, യഥാർത്ഥത്തിൽ സാക്ഷാൽ പടച്ചവനാണ്. ഇവരൊന്നും അവർക്ക് വേണ്ടി സ്വന്തമായി ഒന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇയാളുടെ ചിന്തകളെ അതേപോലെ പകർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു മെഗാഫോണായി മാറിക്കൊണ്ട് അത് കേരളത്തിലേക്ക് അക്ഷരം തെറ്റാതെ കൊണ്ടുവന്നുകൊണ്ട് അത് സദസ്സുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കേവലം ഒരു പരിഭാഷകന്റെ പണി മാത്രമെടുത്ത് അവിടെ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ചിന്തകൾ അതേപോലെ മലയാളി പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് സ്വതന്ത്ര ചിന്ത. നിങ്ങൾക്കറിയുമോ, അയാൾ അവരുടെ പ്രവാചകനോ പടച്ചവനോ ആണ് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ആ പുസ്തകം ചർച്ച ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി എല്ലാ വർഷവും അതിനു വേണ്ടി മാത്രമുള്ള പരിപാടികൾ. ആ പരിപാടികളിൽ അയാളെക്കുറിച്ചുള്ള ഭയങ്കരമായ വാഴ്ത്തുകൾ, അയാളുടെ എഴുത്തുകൾ, അയാളുടെ ജീവിതം, അയാളുടെ യാത്ര, ആ വർഷം നടന്ന അയാളുടെ അഭിമുഖങ്ങൾ, അതിലയാൾ പറഞ്ഞ ഓരോ വാചകങ്ങൾ, അതിലയാൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവയോരോന്നും ഒന്നും വിട്ടുപോകാതെ അത് മലയാളി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം പൊലിപ്പിച്ചുകൊണ്ട് ഒരു പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന ആവേശത്തോടുകൂടി ഒരു പ്രവാചകൻ കയ്യിലേൽപ്പിച്ച സന്ദേശം ചോരാതെ ജനങ്ങൾക്ക് കൈമാറുന്ന തരത്തിലുള്ള ആവേശത്തോടുകൂടി ഒരു തരത്തിലുള്ള വിയോജിപ്പുമില്ലാതെ ഒരു തരത്തിലുള്ള പ്രശ്നവൽക്കരണങ്ങളുമില്ലാതെ അത് മുഴുവൻ കേരളത്തിൽ കൊണ്ടുവന്ന് ചൊരിയുന്ന അവസ്ഥാവിശേഷം. അവിടെ ഈ നവനാസ്തിക തരംഗം അന്താരാഷ്ട്ര തരത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തുന്ന യുദ്ധങ്ങളുടെ കൂട്ടക്കുരുതികളുടെ എല്ലാം വക്താക്കളായി നിലനിൽക്കുമ്പോൾ അവയെല്ലാം അതേപോലെ പകർത്തിക്കൊണ്ട് കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്ന സ്ഥിതിവിശേഷം. ഫിലസ്തീനിൽ അവിടെ ഇസ്രായേലിനോടുള്ള അന്ധമായ പക്ഷപാതം കൊണ്ട് ഗസ മുനമ്പിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കണ്ണുനീര് നോക്കി ആ കണ്ണുനീരിൽ നിന്ന് ആനന്ദം അനുഭവിക്കുന്ന, തികച്ചും അശ്ലീലമെന്ന് പോലും പറഞ്ഞാൽ അങ്ങനെ പോലും പറയാൻ വകുപ്പില്ലാത്ത പൈശാചികമായ രക്തദാഹത്തിന്റെ പേരായി യുക്തിവാദം പ്രബുദ്ധ കേരളത്തിന്റെ മണ്ണിൽ മാറിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ. അവിടെ നെതന്യാഹു ഒരു പത്രസമ്മേളനം നടത്തിയാൽ, അമേരിക്കയിൽ പോയി പ്രസംഗിച്ചാൽ അതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് അതിന് വിശദീകരണ കുറിപ്പുകൾ നൽകിക്കൊണ്ട് ആ രാജ്യത്തിന്റെ ഓരോ ക്രൂരതയെയും അതേപോലെ നിർലജ്ജം ന്യായീകരിച്ചുകൊണ്ട് പരിപാടികൾ നടത്തലാണ് യുക്തിവാദം എന്ന് പറയുന്ന വിചിത്രമായ സ്ഥിതിവിശേഷം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് സ്വതന്ത്ര ചിന്തയല്ല, ഒട്ടുമേ സ്വതന്ത്ര ചിന്തയല്ല. നോം ചോംസ്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് മതമില്ല എന്ന് നിങ്ങൾക്ക് പറയുന്നു, പക്ഷേ നിങ്ങൾക്കൊരു മതമുണ്ട്. ആ മതം പൂജിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയാണ്. ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പൂജിക്കുന്ന ഒരു മതേതര മതമാണ് എന്ന് അദ്ദേഹം ആനുഷംഗികമായി പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ ആ തരത്തിലുള്ള സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോഴും കേവലം സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ നടപ്പിലാക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതിനെ ന്യായീകരിക്കുവാനുള്ള വ്യാഖ്യാന ഫാക്ടറികൾ തുറക്കുന്ന ഏർപ്പാടിന്റെ പേരായി സ്വതന്ത്ര ചിന്ത മാറുകയാണ്. നമ്മൾ കേരളത്തിന്റെ മാത്രം അവസ്ഥാവിശേഷം എടുക്കുക. ഇവിടെ റിച്ചർഡ് ഡോക്കിൻസിനെ വ്യാഖ്യാനിക്കുന്നയാൾ, അയാൾ ഒരു മുഖ്യ പുരോഹിതന്റെ റോളിലേക്ക് കടന്നുവന്ന് അയാൾ മലയാളികളുടെ ഒരു കുട്ടി ദൈവമായി, ഒരു കുട്ടിപ്രവാചകനായി അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം. സ്വതന്ത്ര ചിന്താ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടിക്കപ്പെടുന്ന പോസ്റ്ററുകൾ മുഴുവൻ ഒരേ ഒരു വ്യക്തിയുടെ തലയായിത്തീരുന്ന വളരെ രസകരമായ കൗതുകകരമായ സ്ഥിതിവിശേഷം. എന്നിട്ട് അദ്ദേഹമാണ് ഇവർക്കെല്ലാവർക്കും വേണ്ടി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രബുദ്ധത എന്താണ് എന്ന് പോലും നമ്മൾ മറന്നു പോവുകയാണ്. എൻലൈറ്റൻമെന്റിന്റെ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? മനുഷ്യർ സ്വതന്ത്രമായി ചിന്തിക്കാത്ത, വ്യക്തികൾ സ്വതന്ത്രമായി ചിന്തിക്കാത്ത, വ്യക്തികൾ
സംഗതികൾ ചിന്തിക്കുവാനുള്ള ഉത്തരവാദിത്തം പുരോഹിതന്മാരെ ഏൽപ്പിച്ച ഒരു ഭൂതകാലത്തോട് കലഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ആ ജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു തരംഗമായിരുന്നു പ്രബുദ്ധത. ഇപ്പോൾ ആ പ്രബുദ്ധതയുടെ അട്ടിപ്പേറാവകാശവുമായി കടന്നു വരുന്ന ആളുകൾ ചെയ്യുന്നത് എല്ലാ ചിന്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഇദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നതാണ്. അത് ഇവരെ വളരെ വളരെ സഹതാപം തോന്നും നമുക്ക്. അത് കേവലം യുക്തിവാദത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചലനങ്ങൾ മുതൽ ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിവാദത്തിലും ലൈൻ നിശ്ചയിച്ചു കൊടുക്കുന്നത്, അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, എന്താണ് ആ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയാൻ ഒരു ഫേസ്ബുക്ക് ലൈവിന് വേണ്ടി കാത്തിരുന്ന് ആ ദൈവത്തിന്റെ പ്രവാചകന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മലയാളി പ്രതിനിധിയുടെ അദ്ദേഹത്തിന്റെ വിശദീകരണം വരാൻ വേണ്ടി കാത്തുകെട്ടിക്കിടന്ന് അത് ഒരാൾക്കൂട്ടം ഒന്നടങ്കം ഏറ്റെടുത്ത് ഈ മനുഷ്യനെ ഒരു അതിമാനുഷ്യനായി മാറ്റുന്ന പുതിയൊരാൾ ദൈവമായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷത്തിന്റെ പേരാണ് നിർഭാഗ്യവശാൽ ഇന്നിവിടെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ കോപ്രായങ്ങളെല്ലാം കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്വതന്ത്ര ചിന്തയല്ല, മറിച്ച് ചിന്തയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്ന്. ചിന്തിക്കുവാൻ ഇഷ്ടമില്ലാത്ത, ബുദ്ധി ഉപയോഗിക്കുവാൻ ഇഷ്ടമില്ലാത്ത ബൗദ്ധിക വ്യവഹാരങ്ങളിൽ ഒരു തരത്തിലുള്ള വൈദഗ്ധ്യവും താല്പര്യവുമില്ലാത്ത, യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി അങ്ങേയറ്റം പാപ്പരായ, ബുദ്ധിപരമായ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക അതീവ സാഹസികമാണ് എന്ന് തോന്നുന്ന ആളുകൾ അവർക്ക് വേണ്ടി ചിന്തിക്കുവാനുള്ള ഉത്തരവാദിത്തം മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്ത് അതിനുവേണ്ടി ഒരാളെ ഏൽപ്പിച്ച് അവരെല്ലാം ചിന്തയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന്റെ പേരാണോ സ്വതന്ത്ര ചിന്ത എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ നമ്മൾ ഈ ന്യൂ എയ്ത്തീസത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇസ്ലാമിനെതിരെ ഭീഭത്സമായ ഭീകരമായ വെറുപ്പ് വ്യാപാരം നടത്തലാണ് ഈ നവനാസ്തികതയെ നിർവചിക്കുന്ന അവരുടെ അടിസ്ഥാനപരമായ ദൗത്യമെന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വൈജ്ഞാനികമായ എന്തെങ്കിലും ഒരു അടിത്തറയിൽ ഒരു വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് ഒരു സാംസ്കാരികമായ പ്രസക്തിയെങ്കിലും ഉണ്ട് എന്ന് പറയാം. ഇസ്ലാമിനെ പറ്റി ഇത്രയധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, ഇസ്ലാമിനെതിരിൽ ഈ വിമർശനങ്ങൾ മുഴുവൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്കറിയുമോ ഇസ്ലാമിനെ പറ്റി സത്യസന്ധമായി പഠിച്ചൊരു മനുഷ്യൻ പോലും ആ കൂട്ടത്തിലില്ല എന്ന്. ഇവിടെ കേരളത്തിലെ നാസ്തികർ അവർ വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരുമായി ചേരിതിരിഞ്ഞ് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ ഇസ്ലാമോ ഫോബിയക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൗതുകകരമായ കാര്യം, ഈ രണ്ട് പക്ഷങ്ങൾക്കും ഇസ്ലാമിനെ പറ്റിയുള്ള അറിവ് വരുന്ന സ്രോതസ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ റിട്ടയേർഡ് ജീവിതത്തിൽ ആ മാഷ് ഇസ്ലാമിനെ പറ്റി, ഖുർആനിനെ പറ്റി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ കള്ളങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ നമ്മൾ തുനിഞ്ഞാൽ നമ്മളുടെ ദിവസങ്ങളും മാസങ്ങളും അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഈ അവസ്ഥാവിശേഷമാണ്. അത്രയും പച്ചക്കള്ളങ്ങൾ. ആ പച്ചക്കള്ളങ്ങൾ അയാൾ പറയുന്നത് അതേപോലെ അയാളുടെ വീഡിയോകളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അത് വലിയ ഇസ്ലാം വിമർശനം എന്ന തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്ത് സ്വതന്ത്ര ചിന്തയാണിത്? ആകെ കൂടി സംസാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ്. ലോകത്ത് നേരത്തെ ജൂതന്മാരെ പറ്റി പറഞ്ഞതുപോലെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ആ വിഷയമെങ്കിലും ഒന്ന് സത്യസന്ധമായി പഠിക്കുവാൻ, ഖുർആനും ഹദീസുകളുമെല്ലാം അതിന്റെ മൂലസ്രോതസ്സുകളിലേക്ക് പോയി പരിശോധിക്കുവാൻ, മുസ്ലിം പണ്ഡിത പാരമ്പര്യവുമായി എൻഗേജ് ചെയ്യുവാൻ, അങ്ങനെ ഇന്റലക്ച്വലി അക്കാഡമിക്കായി ആ തരത്തിലുള്ള പഠനത്തിന് മുതിരുവാൻ, അതിനുപോലും സന്മനസ്സില്ലാതെ, അതിനുപോലും സാവകാശമില്ലാതെ ഈ തരത്തിൽ ഇസ്ലാമിനെ പറ്റി കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരാളെ സ്രോതസ്സായി സ്വീകരിച്ചുകൊണ്ട് അത് അന്ധമായി എടുത്തുകൊണ്ട് അത് അതേപോലെ കൊണ്ടുവന്ന് പ്രസംഗങ്ങളിലേക്കും എഴുത്തുകളിലേക്കും കൊണ്ടുവന്ന് സ്വതന്ത്ര ചിന്ത എന്ന് തങ്ങളുടെ പ്രസ്ഥാനത്തിന് പേരിടുന്നതിന്റെ വിധിവൈപരീത്യം അത് എന്തുമാത്രം ഭീകരമാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവുകയല്ല. ഇവിടെ ഈ നവനാസ്തിക പ്രതിഭാസത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവരുടെ വർത്തമാനങ്ങളിൽ, അവരുടെ എഴുത്തുകളിൽ, അവരുടെ പരിപാടികളിലെല്ലാം ആവർത്തിച്ച് മുഴങ്ങിക്കേൾക്കുന്ന
പദം ശാസ്ത്രം എന്ന പദമാണ്. നമ്മൾ ശാസ്ത്രത്തിന്റെ വക്താക്കളാകണം, നമ്മൾ സയൻസിന്റെ വക്താക്കളാകണം. സമൂഹത്തിൽ സയൻസിനെ പറ്റിയുള്ള അവബോധം വർദ്ധിപ്പിക്കുവാനും ശാസ്ത്രീയമായ ചിന്താരീതി ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു ഇവർ. യഥാർത്ഥത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ശാസ്ത്രം പഠിച്ചവർ തുലോം തുച്ഛമാണ് എന്നും അവരുടെ പ്രസംഗകരിൽ മിക്കവരും ശാസ്ത്രത്തിൽ പ്രത്യേകമായ ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ് എന്നതും ഇവരാരും ശാസ്ത്രജ്ഞന്മാരല്ല, സയന്റിസ്റ്റുകളല്ല എന്നുമുള്ള വസ്തുതകൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്ത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾ പോലും എന്തുമാത്രം പ്രതിലോമപരമാണ് എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. നമ്മൾ സയന്റിസം എന്ന വാക്ക് കേട്ടിട്ടുണ്ടാകും. സയന്റിസം എന്ന വാക്ക് നമ്മൾ അത് മുമ്പൊക്കെ വളരെ നെഗറ്റീവായ ഒരു അർത്ഥത്തിലാണ്, തീരെ ബുദ്ധിപരമായ ആഴമില്ലാത്ത ആളുകളുടെ വിശകലന രീതിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ നവനാസ്തിക സംഘങ്ങൾ ഈ പദത്തെ എടുത്തുകൊണ്ടുവന്നുകൊണ്ട് അതിനെ ഒരു അലങ്കാരം പോലെ, ഒരു ആഭരണം പോലെ അവരുടെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് അതാണ് തങ്ങളുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സയന്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ലളിതമാണ് കാര്യം. ലോകത്തെ ഏത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും, ലോകത്തിലെ ഏത് പ്രശ്നത്തെ മനസ്സിലാക്കാനും, ഏത് പ്രതിഭാസത്തെ വിശദീകരിക്കുവാനും ശാസ്ത്രം കൊണ്ട് കഴിയുമെന്ന ധാരണക്കാണ് യഥാർത്ഥത്തിൽ സയന്റിസം എന്ന് പറയുന്നത്. നമ്മൾ ഈ നവനാസ്തികരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് പൂർവ്വകാലക്കാരായ സ്വതന്ത്ര ചിന്തകരായി അറിയപ്പെട്ട മനുഷ്യരുടെ എഴുത്തുകൾ പോലെയല്ല. അത് തോമസ് പെയിനെയോ ഇംഗർസോളിനെയോ ബർട്രൻ റസലിനെയോ പോലുള്ളവരുടെ രചനകൾ പോലെ പോലുമല്ല ഇവരുടെ വർത്തമാനങ്ങൾ. ഇവർ പറയുന്നത് ഞങ്ങൾ ശാസ്ത്രം മാത്രം ഉപയോഗിച്ച് സംസാരിക്കും എന്നാണ്. ശാസ്ത്രം മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്നവരുടെ പ്രസംഗങ്ങളിൽ എന്താണ് കടന്നു വരേണ്ടത്? ചലന നിയമങ്ങളാണ് കടന്നു വരേണ്ടത്, കോശത്തിന്റെ ഘടനയാണ് കടന്നു വരേണ്ടത്, അവരുടെ സംസാരങ്ങളിൽ രസതന്ത്രത്തിന്റെ പാഠങ്ങളാണ് കടന്നു വരേണ്ടത്. പക്ഷേ ഇവരുടെ സംസാരങ്ങളിൽ കടന്നു വരുന്നത് അതൊന്നുമല്ല. അവരുടെ സംസാരങ്ങളിൽ കടന്നു വരുന്നത് പടച്ചോനില്ല എന്ന പരാമർശമാണ്. അവരുടെ സംസാരങ്ങളിൽ കടന്നു വരുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന ആരോപണമാണ്. അവരുടെ സംസാരങ്ങളിൽ കടന്നു വരുന്നത് ഖുർആൻ ദൈവികമല്ല എന്ന വാദമാണ്. അവരുടെ സംസാരങ്ങളിൽ കടന്നു വരുന്നത് ഇസ്ലാം ഭീകരവാദമാണ് എന്ന കള്ളപ്രചാരണമാണ്. ഇതെന്ത് ശാസ്ത്രമാണ്? ഏത് കാലത്താണ് ഇതൊക്കെ ശാസ്ത്രത്തിന്റെ വിഷയമായി തീർന്നത്? ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയാൻ ശാസ്ത്രം, ഈ പ്രപഞ്ചം മരിച്ചതിന് ശേഷം നമ്മൾക്കൊരു ജീവിതമില്ല എന്ന് പറയാൻ ശാസ്ത്രം, ധർമാധർമ്മങ്ങളെ കുറിച്ചാണ് പിന്നെ ചർച്ച. ഏതാണ് തെറ്റ്, ഏതാണ് ശരി, മൊറാലിറ്റിയാണ് ഇവരുടെ ചർച്ചയുടെ വിഷയം. അതിനും ശാസ്ത്രം. ഇതെന്ത് ശാസ്ത്രമാണ്? പദാർത്ഥത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൗതിക വസ്തുവിനെ കുറിച്ച്, ഊർജത്തെക്കുറിച്ച്, പിണ്ഡത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് ശാസ്ത്രമെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ മേഖലയല്ല പദാർത്ഥാതീതമായ ഇത്തരത്തിലുള്ള ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യൽ എന്ന് ആർക്കു പറയാം? ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെതായ മേഖലയുണ്ട്. ഇത് ശാസ്ത്രത്തിന്റെ മഹത്വം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ശാസ്ത്രം ഉപയോഗിച്ച് ഒരിക്കലും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു തീപ്പെട്ടിക്കോലിന് അതിന്റെ ധർമ്മമുണ്ട്, അതിന്റെ ദൗത്യമുണ്ട്, അതത് സുന്ദരമായി ചെയ്യും. തീപ്പെട്ടിക്കോലിന്റെ മഹത്വത്തെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കാൻ കഴിയും. അത് വിചാരിച്ച് എനിക്കൊരു ബക്കറ്റ് വെള്ളം ആവശ്യമുണ്ടാകുമ്പോൾ ആ തീപ്പെട്ടിക്കോലുമായി ഞാൻ ആ വെള്ളത്തിന് ശ്രമിക്കുന്നത് അത് എന്റെ മഠയത്തരമാണ്, അത് തീപ്പെട്ടിക്കോലിന്റെ കുഴപ്പമല്ല. ഇവിടെയും ഇത് ശാസ്ത്രത്തിന്റെ കുഴപ്പമല്ല. ഞാൻ പറയുന്നത് ഇവർ പ്രസംഗിക്കുന്നത് ശാസ്ത്രമല്ല, തത്വശാസ്ത്രമാണ്. ഇവർ പ്രസംഗിക്കുന്നത് ഫിലോസഫിയാണ്, ഇവർ പ്രസംഗിക്കുന്നത് മെറ്റാഫിസിക്സ് ആണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ സയൻസിന്റെ വിഷയങ്ങളല്ല. അവിടെ ശാസ്ത്രത്തിന്റെ വ്യാജ ലേബൽ ഒട്ടിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ വ്യാജ മേൽവിലാസത്തിൽ തത്വശാസ്ത്രം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ തത്വശാസ്ത്രത്തിൽ തങ്ങൾക്ക് യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് അവർ തന്നെ ഇടയ്ക്കിടെ സമ്മതിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തത്വശാസ്ത്രം ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളതിനെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവർ. ഈ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്ന കാര്യം വളരെ ലളിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുവാൻ ശാസ്ത്രത്തിന്റെയോ തത്വശാസ്ത്രത്തിന്റെയോ ആവശ്യമുണ്ട് എന്ന് തന്നെ ഇസ്ലാം വിചാരിക്കുന്നില്ല. ഇസ്ലാം വളരെ ലളിതമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരു മനുഷ്യന് മനസ്സിലാകാൻ അതിന് തർക്കശാസ്ത്രത്തിന്റെ ഊരാക്കുടുക്കുകളിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല. അതിന് തത്വശാസ്ത്രത്തിന്റെ തത്വചിന്തയുടെ
ആഴങ്ങളിലേക്ക് കടന്നു പോകേണ്ട കാര്യമില്ല. അതിന് ശാസ്ത്രത്തിന്റെയും വലിയ പടവുകൾ കയറേണ്ട കാര്യമില്ല. അത് അക്ഷരാഭ്യാസമില്ലാത്തൊരു സാധാരണക്കാരന് പോലും അയാളുടെ മനസ്സാക്ഷി കൊണ്ട് കേവലമായി ബോധ്യപ്പെടുന്ന അതിലളിതമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പരമാർത്ഥമാണ് ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പ്രപഞ്ചത്തിനൊരു രക്ഷിതാവുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന്റെയോ തത്വശാസ്ത്രത്തിന്റെയോ ആവശ്യമില്ല എന്ന് ഏത് സാധാരണക്കാരനായ മനുഷ്യനും അവന്റെ സഹജാവബോധം കൊണ്ട് തന്നെ അത് മനസ്സിലാകുമെന്ന് അവന്റെ മനസ്സിൽ, അവന്റെ ആത്മാവിൽ അള്ളാഹു സൃഷ്ടിച്ച ഫിത്രത്ത് എന്ന് പറയുന്ന ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായി പടച്ചവനെ കുറിച്ചുള്ള ബോധം അവനിൽ നിലീനമായി കിടക്കുന്നുണ്ടാകുമെന്ന്, അതിന് വലിയ തരത്തിലുള്ള ബൗദ്ധിക വ്യായാമങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ മുഖം ഈ മതത്തിലേക്ക് വക്രതയില്ലാതെ തിരിച്ചു വെക്കുക. ഈ മതം എന്ന് പറയുന്നത് എന്താണ്? ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച ആ ശുദ്ധ പ്രകൃതിയില്ലേ, ആ ശുദ്ധ പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ ഈ മതം. ലാ തബ്ദീല ലിഖൽഖില്ലാ, അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല, അതിലൊരു തരത്തിലുള്ള അഴിമതിയും നടക്കുന്നില്ല. ലോകത്തെ കോടാനുകോടി മനുഷ്യർ മുഴുവൻ അവരുടെ ശുദ്ധ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതോടുകൂടി ഇതിന് പിന്നിൽ ഒരു മഹാസ്രഷ്ടാവുണ്ട് എന്നവർക്ക് മനസ്സിലാകും. എന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കിയാൽ, ഇവിടെയുള്ള ദശലക്ഷക്കണക്കിന് ജീവജാതികളിലേക്ക് നോക്കിയാൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ അനന്തവിഹായസിലേക്ക് കണ്ണയച്ചാൽ, നമ്മൾ പദാർത്ഥത്തെക്കുറിച്ച്, പദാർത്ഥത്തിന്റെ അടിസ്ഥാന കണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ, ആ പ്രപഞ്ച സ്രഷ്ടാവിന്റെ സംവിധായകന്റെ മഹത്വം കൂടുതൽ കൂടുതൽ നമ്മൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്ര ലളിതമായൊരു കാര്യമാണിത്. ആ കാര്യത്തെയാണ് മനസ്സിൽ നിന്ന് ചുരണ്ടി ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ ജനങ്ങൾ പലപ്പോഴും തത്വചിന്തയുടെ വഴി അന്വേഷിക്കും. അവർ സ്വന്തമായ ചിന്തകളിലൂടെ, യുക്തിപരമായ സാധനകളിലൂടെ ആ പ്രപഞ്ച സ്രഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അവിടെ ഇസ്ലാം ഇടപെട്ടുകൊണ്ട് പറയുക, ആ പ്രപഞ്ച സ്രഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അവന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ, അവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ, അവനിൽ നിന്നുള്ള ഹിദായത്ത് എന്താണ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മരണാനന്തര ലോകത്ത് രക്ഷപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സ്വന്തമായ പര്യാലോചനകൾ കൊണ്ട് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെയാണ് പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും പ്രസക്തി. ആ പ്രവാചകന്മാർ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വന്നുകൊണ്ട് ഇത് വിശദീകരിച്ചു തരുന്നു. പടച്ച തമ്പുരാൻ തന്നെ ആ ദൗത്യം നിർവഹിക്കുന്നു. അവനിൽ നിന്ന് നേരിട്ടാണ് നിങ്ങൾ ആ അറിവുകൾ സ്വീകരിക്കേണ്ടത്. ആ അറിവുകൾ നിങ്ങൾ സ്വീകരിച്ചാൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വളരെ കൃത്യമായി ആരാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് എന്നും, എങ്ങനെയാണ് അവനെ ആരാധിക്കേണ്ടത് എന്നും, എങ്ങനെയാണ് അവന്റെ കാരുണ്യത്തിന് അർഹരായി തീരേണ്ടത് എന്നും, എന്തൊക്കെ തിന്മകളാണ് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നും, എന്തൊക്കെ നന്മകളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആ ഹിദായത്ത്, അതാണ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് ആ ഹിദായത്ത് കൊടുക്കുക തീർച്ചയായും ശാസ്ത്രത്തിന്റെ ദൗത്യമല്ല. നിങ്ങൾക്കത് പറയാം, ഏത് നാസ്തികനും പറയാം, ഏത് നവനാസ്തികനും പറയാം. എന്താണ് അധർമ്മമെന്ന്, എന്താണ് അധർമ്മമെന്ന്, എന്താണ് ധർമ്മമെന്ന് വ്യവച്ഛേദിച്ച് പഠിപ്പിക്കുവാൻ ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് കഴിയില്ല എന്ന് പറയാം. അത് സത്യമാണ്, തീർച്ചയായും സത്യമാണ്. ഞാൻ കാശ് കൊടുത്ത് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങുന്നു, ആ ബ്രെഡും ഞാൻ മോഷ്ടിച്ച ബ്രെഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കെമിക്കൽ പരീക്ഷണത്തിലൂടെ, അതിന്റെ രസതന്ത്രപരമായ പരീക്ഷണങ്ങളിലൂടെ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. പക്ഷേ അത് ശാസ്ത്രത്തിന്റെ പണിയല്ല, അതിന് വേറെ സങ്കേതങ്ങളുണ്ട്. ആ സങ്കേതങ്ങൾ ഇവിടെ ഉപലബ്ധമാണ്. ആ സങ്കേതത്തെയാണ് യഥാർത്ഥത്തിൽ മതം എന്ന് വിളിക്കുന്നത്. അതുപോലും മനസ്സിലാകാതെ എന്താണ് ശാസ്ത്രമെന്നോ, എന്താണ് അതിന്റെ ദൗത്യമെന്നോ, എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നോ, എന്താണ് അതിനെ കൊണ്ട് കഴിയാത്തത് എന്നോ മനസ്സിലാകാതെ ഒരു മന്ത്രജപം പോലെ ശാസ്ത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഇത്രയും ഉപരിപ്ലവതയുടെ, ബൗദ്ധിക ഉപരിപ്ലവതയുടെ കൊടുമുടി കയറിയ ഒരു സംഘമായി, ഒരു പരിഹാസ്യ കഥാപാത്രങ്ങളായി കേരളീയ പൊതുമണ്ഡലത്തിലേക്ക് ഇത് കടന്നു വരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഈ പുതിയ കാലഘട്ടത്തിൽ അതിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ടാകാം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നവനാസ്തിക പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം.
അത് സ്വാഭാവികമാണ്. നമ്മൾ മുതലാളിത്തം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പുതിയ ഒരു ലോക സാംസ്കാരിക ക്രമത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. നമ്മൾ വാക്കുകളുടെ ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോപ്ലെസ് മൂവ്മെന്റുകളുടെ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ വൺ സ്റ്റാൻഡ് നൈറ്റുകളുടെ കാലഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസുകളിൽ പോലും അവിടെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരൊറ്റ ദിവസം കിടപ്പറ പങ്കിടാൻ വേണ്ടി നറുക്കെട്ട് പങ്കാളികളെ ക്യാമ്പസിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത്തരം ആശയങ്ങൾ വിപണനം ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്കാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ സുഖാസ്വാദനത്തിന്റെ, അനിയന്ത്രിതമായ ലൈംഗിക സുഖാസ്വാദനത്തിന്റെ എല്ലാ തരത്തിലുള്ള അരങ്ങുകളും തുറന്നു വെക്കപ്പെടുകയും അതിലേക്ക് മുഴുവൻ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് അത് മുഴുവൻ കച്ചവടമാക്കി തീർത്ത് മാംസക്കച്ചവടം ലോകത്തെ ഏറ്റവും വലിയ വിറ്റുവരവുള്ള ഇൻഡസ്ട്രിയാക്കി മുതലാളിത്തം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അവിടെ നമ്മൾ പറയുന്ന പോണോഗ്രഫിയുടെ വ്യത്യസ്തമായ അരങ്ങുകൾ അത് ആ രീതിയിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന, ഇവിടെ ഡാൻസ് ബാറുകൾ സംസ്കാരത്തിന്റെ ഭാഗമായി, നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, മസാജ് പാർലറുകൾ ഈ നഗര ജീവിതങ്ങളുടെ അടയാളങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന, അവിടെ ഈ തരത്തിലുള്ള എല്ലാതരം ആസ്വാദന കേന്ദ്രങ്ങളും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന, സെക്സ് ടൂറിസം ലോകത്തിലെ ഏറ്റവും വലിയ വരുമാനമുള്ള വ്യവസായമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പടർന്നുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പ്രത്യേകമായ തെരുവുകൾ നഗരങ്ങളിൽ സജ്ജമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുതലാളിത്തം പുതിയ കാലത്തെ വാണിജ്യ സാധ്യതയുടെ ഏറ്റവും വലിയ കവാടങ്ങളായി ഇതിനെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുകളിൽ പടച്ചവനില്ല എന്നും അവനൊന്നും നിരീക്ഷിക്കുന്നില്ല എന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നില്ല എന്നും അവന്റെ മുന്നിൽ നമ്മൾ യാതൊന്നിനും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്നും വന്നു കിട്ടിയാൽ അത് സുഖമാണ് എന്നും, എങ്കിൽ പിന്നെ ഈ ഇടനാഴികളിലൂടെ മുഴുവൻ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്നുമുള്ള സുഖലോലുപതയുടെ മുതലാളിത്ത വ്യവസായ തന്ത്രത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ലോക സാംസ്കാരിക ക്രമത്തിൽ ഈ തരത്തിലുള്ള വഴിവിട്ട ജീവിതത്തിന് ഒരു അടിത്തറ നിർമ്മിച്ചു കിട്ടാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇതാണൊരു മാർഗം, ഈ കുടചൂടലാണ് മാർഗം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മുമ്പ് കാലത്തില്ലാത്തൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതത് കൃത്യമായി മുതലാളിത്തത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട്, വ്യവസ്ഥിതി പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട്, മുതലാളിത്തത്തിന്റെ പദ്ധതികളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട്, ഇപ്പോഴത്തെ ഈ വ്യവസായത്തിന്റെ പൾസറിഞ്ഞിടപെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെയുള്ളൊരു സുഖലോലുപതയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യരുടെ മനസ്സിൽ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരുടെ ശുദ്ധ പ്രകൃതി അവരെ കൊളുത്തു വലിച്ചുകൊണ്ടിരിക്കും, അവരുടെ മനസ്സിനെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കും, അവരുടെ ആത്മാവിനെ കുടഞ്ഞുകൊണ്ടിരിക്കും. പടച്ചവനെ കുറിച്ചുള്ള ബോധം അവരിൽ തികട്ടു വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സന്ദേശങ്ങൾ കേട്ടു വളർന്ന ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അത് പ്രകമ്പനങ്ങൾ തീർത്തുകൊണ്ട്, ആത്മവിചാരണയുടെ പുതിയ നാളങ്ങൾ തീർത്തുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അതിനെ കെടുത്താൻ ആർക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് സ്വതന്ത്ര ചിന്തയല്ല, മറിച്ച് ഇത് ചിന്തയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇത് യുക്തിവാദമല്ല, ഇത് വെറുപ്പ് വ്യാപാരമാണ്, ഇത് ഫാഷിസത്തിന്റെ കയ്യാൾ പണിയാണ്, ഇത് സാമ്രാജ്യത്വത്തിന്റെ ദല്ലാൾ പണിയാണ്. ഇത് കേവലം ഒരു സുഖലോലുപതയുടെ പുതിയൊരു ലോക സൃഷ്ടിക്കു വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്ര പരിസരം ഒരുക്കൽ വേണ്ടിയാണ്. മറ്റെല്ലാം തന്നെ കേവലമായ അവകാശവാദങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ വിഷയത്തിൽ നമ്മൾ തുറന്ന ചർച്ചകൾക്ക് സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.